നമസ്കാരം. നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് നിങ്ങൾ പങ്കുവച്ച ഒരു ഓഡിയോ ഫയലിൽ നിന്നുള്ള ചില ചിന്തകളാണ്. LDL.M4A എന്ന ആ ഫയൽ. അതെ. അതിലൊരു പ്രത്യേക തരം നേതൃത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. അവസാന നാളിലെ നേതാവ്, അല്ലെങ്കിൽ ലാസ്റ്റ് ഡേ ലീഡർ എന്നൊരാശയം. ഇതിന്റെ ഒരു തുടക്കം തന്നെ നേതൃത്വം എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥാനപ്പേരല്ല, മറിച്ച് അതൊരു സ്വാധീനമാണ് എന്ന ചിന്തയിൽ നിന്നാണ്, അല്ലേ? തീർച്ചയായും, അതാണ് അതിന്റെ അടിസ്ഥാനം. അപ്പോ ഈ ഒരു ചർച്ചയിലൂടെ നമുക്ക് ഈ സ്വാധീനം, പിന്നെ വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്വം, സാഹചര്യങ്ങളെക്കുറിച്ചുള്ളൊരു ബോധം, എന്തിനു മുൻഗണന കൊടുക്കണമെന്നുള്ള തിരിച്ചറിവ്, ഇതൊക്കെ വെച്ച് നേതൃത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ശരിയാണ്. പ്രത്യേകിച്ചും ഈ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ആ അന്ത്യനാൾ എന്ന കാഴ്ചപ്പാടിന്റെ ഒരു വെളിച്ചത്തില്. അതെ. അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? ഓക്കെ. അപ്പോ ഈ ആദ്യത്തെ പോയിന്റ് ഒന്നുകൂടി ഉറപ്പിക്കാം. നേതൃത്വം എന്നതൊരു സ്ഥാനമല്ല, അതൊരു സ്വാധീനമാണ്. ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നാം. പക്ഷെ അതിന്റെ ആഴം വലുതാണ്. ഈ വേർതിരിവ്, പ്രത്യേകിച്ച് നമ്മൾ ഈ സംസാരിക്കുന്ന പശ്ചാത്തലത്തിൽ, അതായത് ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വഴിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആളുകളെ നല്ല കാര്യങ്ങളിലേക്ക്, ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന ഒരു സ്വാധീനം, അതാണ് പ്രധാനം. നിങ്ങൾ എന്ത് പൊസിഷനിൽ ഇരിക്കുന്നു എന്നതിനേക്കാൾ നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ പ്രവൃത്തി എന്ത് മാറ്റമുണ്ടാക്കുന്നു എന്നുള്ളതാണ്. ശരിയാണ്. അതൊരു വെറും മാനേജ്മെന്റ് അല്ല, അതിനപ്പുറത്താണ്. ആ സ്വാധീനം ശരിയായി വരണമെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി വേണമല്ലോ. ഒന്ന്, ഈ വ്യക്തിപരമായ ഉത്തരവാദിത്ത ബോധം. അതെ, ഉള്ളിൽ നിന്നൊരു തോന്നല്, ഒരു തിടുക്കം. അതെ, കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഒരു ഡ്രൈവ്. അതോടൊപ്പം തന്നെ സാഹചര്യങ്ങളെക്കുറിച്ചുള്ളൊരു അവബോധം. അതിലൊരു വാചകം പറയുന്നുണ്ട്, കോണ്ടെക്സ്റ്റ് ഈസ് റിയാലിറ്റി, നോട്ട് എക്സ്ക്യൂസ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ്. സാഹചര്യം യാഥാർത്ഥ്യമാണ്, ഒഴികഴിവല്ല. അതെ, കാരണം നമ്മൾ പലപ്പോഴും സാഹചര്യങ്ങളെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയാറുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് ആ യാഥാർത്ഥ്യം അംഗീകരിക്കുക, എന്നിട്ട് അതിനകത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ശരി. ഈ അവബോധമുണ്ടെങ്കിലേ ശരിയായ മുൻഗണനകൾ തീരുമാനിക്കാൻ പറ്റൂ. എക്സാക്ട്ലി. നമ്മുടെ കയ്യിലുള്ള സമയം, ഊർജം, പണം, ഇതൊക്കെ വെച്ച് എന്തിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്? അത് തിരിച്ചറിയണമെങ്കിൽ ഈ സാഹചര്യം മനസ്സിലാക്കണം. അപ്പോ ഈ മുൻഗണനയുടെ കാര്യത്തില് ഒരു പ്രായോഗിക ഉദാഹരണം ആ സോഴ്സിൽ പറയുന്നുണ്ടല്ലോ, നമസ്കാരത്തിന്റെ കാര്യം. അതെ, സ്വലാത്ത്. വിശ്വാസികൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നാണെന്ന് നമ്മൾ എപ്പോഴും പറയും. പക്ഷെ പലപ്പോഴും അതിന് വേണ്ട ശ്രദ്ധയോ അല്ലെങ്കിൽ അത് നടപ്പാക്കാനുള്ള ഒരു സംഘടിത ശ്രമമോ കുറവാണെന്നൊരു നിരീക്ഷണം. ശരിയാണ്. നിങ്ങൾക്ക് ചുറ്റും നോക്കുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥ കാണാറുണ്ടോ? സമയം, പണം, നമ്മുടെ എഫേർട്ട് എങ്ങോട്ട് പോകുന്നു എന്നതും തമ്മിൽ ഒരു വിടവ് പലപ്പോഴും കാണാം. നമസ്കാരം പ്രധാനമാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നൊക്കെ പറയുമ്പോഴും അത് ഏറ്റവും ഭംഗിയായി കൃത്യമായി ചെയ്യാൻ, ആളുകളെ സഹായിക്കാൻ, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ നമ്മൾ എത്രത്തോളം മുൻഗണന കൊടുക്കുന്നുണ്ട്? ശരിയാണ്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ആ സാഹചര്യബോധവും മുൻഗണനാ നിശ്ചയിക്കലും ഒന്നിച്ചു വരുന്നത്. ചിലപ്പോൾ ഒരു സ്ഥലത്ത് വേണ്ടത് അതായിരിക്കില്ല, മറ്റൊന്നായിരിക്കും. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് വേണം മുൻഗണന തീരുമാനിക്കാൻ. അതെ, എല്ലാവർക്കും ഒരേപോലെ ഒരു പരിഹാരം പറ്റില്ല. ഇനി ഈ മുൻഗണനകളെക്കുറിച്ചുള്ള ചിന്തയെ ഒന്നുകൂടി ഷാർപ്പാക്കുന്ന ഒരു ആശയമാണ് ഈ അവസാന നാള്. അതിന് രണ്ട് തലങ്ങൾ പറയുന്നുണ്ടല്ലോ. ഒന്ന്, ഈ ജീവിതത്തിലെ നമ്മുടെ അവസാന ദിവസം, ആ ഒരു ചിന്ത. അതെ, അത് നമ്മളിൽ ഒരു സെൻസ് ഓഫ് അർജൻസി ഉണ്ടാക്കുമല്ലോ, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു കൊല്ലമേ ഉള്ളൂ എന്നറിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ മുൻഗണനകൾ, നിങ്ങളുടെ ദിവസങ്ങൾ എങ്ങനെ മാറും? ഉറപ്പായും മാറും. ആ ഒരു അടിയന്തരതാബോധം വന്നാൽ പിന്നെ നമ്മൾ വെറുതെ സമയം കളയില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നല്ല കാര്യങ്ങളായിരിക്കാം ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട നമ്മുടെ ആത്യന്തിക ലക്ഷ്യവുമായി കൂടുതൽ ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങും. ശരിയാണ്. ഒരുപക്ഷെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തന്നെ കൂടുതൽ നന്നായിട്ട്, കൂടുതൽ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ അത് പ്രേരിപ്പിക്കും. രണ്ടാമത്തെ തലവും പ്രധാനമാണ്. അതെ, രണ്ടാമത്തെ അവസാന നാളെന്നത് പരലോകമാണ്. അവിടത്തെ ഒരു വിചാരണയുണ്ട്, രക്ഷാശിക്ഷകളുണ്ട് എന്ന ചിന്ത. ആ ഒരു ബോധ്യം മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഒരു അർത്ഥം കൂടും. ദൈവത്തിനു മുന്നിൽ എനിക്കിതിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന ചിന്ത. അതെ. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂട്ടിവെച്ച് നോക്കുമ്പോ ഇതിന്റെ ഒരു കാതൽ എന്താണ്? കാതല് ലളിതമാണ്. ജീവിതം ചെറുതാണ്, പരലോകം പ്രധാനമാണ് എന്നൊരു കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ യഥാർത്ഥ ലീഡർഷിപ്പ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനം എന്ന് പറയുന്നത്, അത് നിങ്ങളുടെ സ്ഥാനം കൊണ്ടോ പദവി കൊണ്ടോ കിട്ടുന്നതല്ല,
മറിച്ച് നിങ്ങളുടെ സ്വാധീനം കൊണ്ട് എത്ര ആളുകൾക്ക് അവരുടെ ആത്യന്തിക ലക്ഷ്യത്തിൽ, അതായത് പരലോക വിജയത്തിലെത്താൻ സാധിച്ചു എന്നതാണ് പ്രധാനം. ശരി, കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന സ്വാധീനം. അതെ, ആ ഒരു ലക്ഷ്യബോധത്തോടെയുള്ള സ്വാധീനം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്താൽ, ലീഡർഷിപ്പ് എന്നത് സ്വാധീനമാണ്, സ്ഥാനമല്ല. അതിന് വ്യക്തിപരമായ ഉത്തരവാദിത്തം, ഉള്ളിൽ നിന്നൊരു തോന്നൽ വേണം. സാഹചര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെ കാണണം, ഒഴികഴിവായിട്ടല്ല. ശരിയാണ്. യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകണം. പിന്നെ എല്ലാറ്റിനും മുകളിൽ ഈ അവസാന നാൾ എന്ന യാഥാർത്ഥ്യം ഈ ലോകത്തിലെയും പരലോകത്തിലെയും മനസ്സിൽ ഒരു കോമ്പസ് പോലെ വെച്ച് പ്രവർത്തിക്കണം. അതെ, അതാണ് ആ ലാസ്റ്റ് ഡേ ലീഡർ എന്നതിന്റെ ഒരു സംഗ്രഹം. അതെ. അപ്പോ ഇത്രയും കേട്ട നിങ്ങളോടൊരു ചോദ്യം, വെറുതെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രം. നിങ്ങളുടെ ദൈനംദിന ജീവിതം, ജോലികൾ, ഉത്തരവാദിത്തങ്ങൾ, ഇതിനെല്ലാം അപ്പുറത്ത് ഈ പറഞ്ഞ ആത്യന്തിക ലക്ഷ്യങ്ങളെക്കുറിച്ച്, അതായത് പരലോകത്തെക്കുറിച്ചും ഈ ജീവിതത്തിന്റെ ഹ്രസ്വതയെക്കുറിച്ചും ഒന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ സ്വാധീനം ഉപയോഗിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന രീതിയിലോ ഇപ്പോൾ നിങ്ങൾക്ക് വരുത്താൻ സാധിക്കുമെന്ന് തോന്നുന്ന വളരെ ചെറിയ, ഒരുപക്ഷെ നിസ്സാരമെന്ന് തോന്നാവുന്ന ഒരു മാറ്റം എന്തായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ.